ഫ്രണ്ട്സ് ബ്രൈഡൽ ടി വി എന്നുള്ളത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ട കടമ്മനിട്ട റോഡിൽ കൊന്നമൂട് എന്നാണ് എക്സാക്റ്റ് സ്ഥലത്തിൻ്റെ പേര്. റഷീദ് എന്ന് പറഞ്ഞ ഇക്കാനെ കാണാനാണ് ഇവിടെ വന്നത്. പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. ആ മുകളിൽ കാണുന്ന മഞ്ഞ പെയിൻ്റ് അടിച്ചതാണ് പുള്ളിയുടെ വീട്. വീട്ടിലേക്കുള്ള വഴിയാണ് നിങ്ങൾ ഈ കണ്ടത് കേട്ടോ. ഇതാണ് വീടും പരിസരവും ഒക്കെ. ഓക്കെ, കുറച്ചൊരു ഹൈറ്റിൽ കയറാനുണ്ട്, എന്നാൽ റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ വീട് വരുന്നത്. വീട് നോക്കിയത് താഴേക്കുള്ള വ്യൂ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ. ഇതാണ് നമ്മുടെ റഷീദ് കേട്ടോ. പുള്ളിക്കാണ് നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തേണ്ടത്. കാര്യങ്ങളൊക്കെ പുള്ളിയോട് ചോദിക്കുക. ഭാര്യ മരണപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് റഷീദൊക്കെയാണ്. 50 വയസ്സല്ലേ ആയത്? അതെ. പുള്ളിക്ക് നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. അപ്പോൾ ഭാര്യ മരണപ്പെട്ടതാണ് അല്ലേ? എന്തായിരുന്നു? ക്യാൻസർ ആയിരുന്നു. ഇപ്പൊ എത്രയായി മരിച്ചിട്ട്? 4 കൊല്ലം ആവാൻ പോകുന്നു. 4 കൊല്ലം അല്ലേ? നിങ്ങൾക്ക് എത്ര മക്കളാ? 2 പെൺപിള്ളേർ, ഇരട്ട പിള്ളേർ, 2 ഇരട്ട പിള്ളേർ, 2 ഇരട്ട കുട്ടികളാണ്. അവര് എന്താ ചെയ്യുന്നത്? നേഴ്സിംഗ് പഠിക്കുക. എവിടെ? കോയമ്പത്തൂർ. കോയമ്പത്തൂർ പഠിക്കുകയാണ്. അപ്പോൾ അവര് ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞില്ലല്ലോ, ഇപ്പൊ 5-6 മാസം കൂടെ ഉള്ളൂ. അപ്പോൾ അവര് 6 മാസം. അപ്പോൾ അവര് ക്ലാസ്സിൽ പോകുമ്പോൾ ഇവിടെ ആരാണ്? ഞാൻ ഒറ്റയ്ക്ക. അവരെ കല്യാണം കഴിക്കാനൊക്കെ ആയി അല്ലേ? അതെ. അപ്പോൾ ഒരു വധുവിനെ നമുക്ക് കണ്ടെത്തണം എത്രയും പെട്ടെന്ന് അല്ലേ? അതെ. നിങ്ങൾ എന്താ ജോലി ചെയ്യുന്നത്? എനിക്ക് ലോഡിങ്. എവിടെ? എന്താ? പച്ചക്കറി? അല്ലല്ല, ലിക്കറിൻ്റെയും വളവും അരിയും മനസ്സായ അല്ല തൊഴില്. അത് യൂണിയൻ്റെ ഇതാ. അത് ശരി. അത് ഇവിടെ പത്തനംതിട്ട. ഇത് കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട കൊന്നമൂട്. അതെ, അതാണ് സ്ഥലം. നമുക്ക് വരാൻ പോകുന്ന വധുവാൻ പോകുന്ന ആളെ പറ്റി എന്താ പറയാനുള്ളത്? നമുക്ക് ഒരു പാവപ്പെട്ട നമ്മളെ കണ്ട് നമ്മളെ പിള്ളേരെ നോക്കി ജീവിക്കണം. അതെ, പിള്ളേരുടെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ അവർ കല്യാണം കഴിക്കോ, കല്യാണ സമയമൊക്കെ ആവാൻ വരികയാണ്. അപ്പോൾ അവർക്ക് ഒരു സ്വന്തം ഉമ്മ പോലെ അന്യൻ്റെ മക്കളെ പോലെ കാണരുത്, സ്വന്തം പോലെ. അതെ, സ്വന്തം മക്കളെ പോലെ തന്നെ അവരെ കെയർ ചെയ്യണം. അങ്ങനെയുള്ള ഒരാളെയാണ് നമുക്ക് കണ്ടെത്തുന്നത് അല്ലേ? അതെ. അപ്പൊ ഇക്കൊക്കെ 50 വയസ്സല്ലേ ആയത്? നമുക്കൊരു എത്ര വയസ്സ് വരെ ഉള്ളത്? 45 വയസ്സ് വരെ നമ്മൾ നോക്കാം. ജില്ല പ്രശ്നം ഉണ്ടോ? ജില്ല നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. തുറ്റോട് കിടവേറ്റവും കാര്യം, പിന്നെ നമുക്ക് ചെറുതൊന്നും വിഷയമൊന്നുമില്ല. അതെ. അപ്പോൾ ജില്ല പ്രശ്നമില്ല. ഇപ്പം അടുത്താണെങ്കിൽ അത്രയും സന്തോഷം എന്നുള്ളതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോക്ക് വരവ് അങ്ങനത്തെ സീനൊക്കെ ഉണ്ടാവുമല്ലോ. നമുക്ക് മക്കളുള്ള ആളുകളിൽ നിന്നുള്ള ആലോചന, മക്കളെന്ന് വെച്ചാൽ ഈ 2 പിള്ളേരുള്ളപ്പോൾ നമ്മൾ അതെ, അതായത് ബാധ്യതകൾ ഇല്ലാത്ത ആളേക്കാണ്. ഇപ്പം മക്കൾ ഓൾറെഡി ഉണ്ടാവും, കല്യാണം കഴിച്ച് പോയേ, അങ്ങനെ ഓല് ഇപ്പോൾ ഇവർ ഒറ്റയ്ക്ക് നിൽക്കുക അങ്ങനെയുള്ളത് വിഷയമല്ല. പക്ഷെ ചെറിയ കുട്ടികൾ കാര്യങ്ങളൊക്കെ ഉള്ളത് വേണ്ടതാണ് ഉദ്ദേശിച്ചത് അല്ലേ? അതെ. അപ്പോൾ ഇവിടെ പത്തനംതിട്ടയിൽ നിന്ന് എന്നെ വിളിച്ച സമയത്ത് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ 2 പെൺകുട്ടികളാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇങ്ങനെ ഒരു കല്യാണത്തിൻ്റെ നോക്കണം കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, 50 to അതിൻ്റെ മുകളിലോട്ടുള്ളവരുടെ കല്യാണക്കാര്യം നമ്മൾ നോക്കുമ്പോൾ മക്കളുടെ പെർമിഷൻ മസ്റ്റാണ് എന്നുള്ളത്. കാരണം വലിയ മക്കളാകുമ്പോൾ അവരോടും കൂടി പറഞ്ഞിട്ട് അവരെയും കൂടി ഒരു സമ്മതത്തോടു കൂടി ചെയ്യാന്നുള്ള ഒരു രീതിയാണ് നമ്മളത്. ഞാൻ ഓരോ വീട്ടിലും പോയിട്ട് അവരെ നേരിട്ട് കണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു മിനിമം വെരിഫൈ എങ്കിലും നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഒരു എത്തിക്സിൽ പെട്ടതാണ്. പക്ഷേ എത്രത്തോളം എന്നുള്ളതല്ല. ഇപ്പോൾ ഏത് ആലോചന വരുമ്പോഴും അന്വേഷിക്കുക, ചെയ്യുക. നമ്മളൊരു പ്ലാറ്റ്ഫോം മാത്രമാണ്. നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആലോചനകൾക്ക് വരുത്തുക എന്നുള്ളത്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ തന്നെ അന്വേഷിച്ച് ചെയ്യണം. കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതേപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുക. ഇവർ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ പാർട്ട്ണർ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. ആ ഒരു അവസ്ഥയിലൂടെ കടന്നു 4-5 വർഷമായി. വേറെ കല്യാണ ആലോചനകളൊന്നും ഇതുവരെ നോക്കിയിട്ടൊന്നും ഇല്ല അല്ലേ? ഇല്ല. അതെ. അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ ഒരു സാഹചര്യവും കാര്യങ്ങളും കുറച്ചുകൂടി ഡാർക്ക് ആകുമ്പോഴാണ് നമ്മൾ അതിന് വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക. റഷീദ് ചെറിയ പ്രായത്തിൽ തുടങ്ങിയതാണ് കേട്ടോ അധ്വാനിക്കാൻ. വെയിറ്റുള്ള, അതായത് കിൻഡൽ കണക്കിന് വെയിറ്റ് എടുക്കുന്ന ഒരു ജോലിയാണ് പുള്ളിയുടേത്. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഉണ്ടാക്കിയതാണ് ഈ സ്ഥലവും വീടും ഒക്കെ. അല്ലാതെ കുടുംബസ്വത്ത് കാര്യങ്ങൾ കിട്ടിയതോ അങ്ങനെയൊന്നുമല്ല. പുള്ളി അത്രയും നല്ലൊരു അധ്വാനിയാണ്. പെട്ടെന്നുള്ള ഭാര്യയുടെ വിയോഗം നല്ല രീതിയിൽ പുള്ളിയെ എഫക്റ്റ് ചെയ്തു. ഇനി എന്ത് എന്നുള്ള ഒരു ചിന്ത വല്ലാതെ അലട്ടി. 2 പെൺമക്കൾക്കും നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവരെ കോയമ്പത്തൂർ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ച് നേഴ്സ് ആവാൻ പോവുകയാണ് അവർ. ഇനി അവർക്ക് ഒരു ഉമ്മയായിട്ട്, റഷീദ് കാക്കൊരു താങ്ങായിട്ട് ഒരാളെ നമുക്ക് കണ്ടെത്തണം. അതിന് നിങ്ങൾ ഓരോരുത്തരും കൂടെ നിൽക്കണം. മാക്സിമം ഷെയർ ചെയ്യും.
നാളെ മക്കളെ വിവാഹം കഴിഞ്ഞ് അവർ ഭർത്തൃ വീട്ടിൽ പോകുമ്പോൾ റഷീദ് ഒറ്റപ്പെടാൻ പാടില്ല. ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഒരു ഭയങ്കര അവസ്ഥ തന്നെയാണ് കേട്ടോ.